വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നത്തെ നമ്മുടെ ഇസ്ലാമിക് സ്പീച്ചിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ് അഖ്ബിർനി ബി അമലിൻ യുദ്ഖിലുനിൽ ജന്ന വയുബാഇദിനി അനിന്നാർ. ഇത് മുആദ് ബിൻ ജബലിന് മാത്രമല്ല കേട്ടോ, നമുക്കൊക്കെ ഇതിന് ഉത്തരം കണ്ടെത്താം, ചോദിക്കാം. സ്വർഗത്തിൽ പ്രവേശിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യം, അഖ്ബിർനി അനിൽ അംറ്, ഒരു അമല് എനിക്ക് പറഞ്ഞു തരുന്നതാണ് പറഞ്ഞത്. എന്താ ചോദ്യം? സ്വർഗം കിട്ടണം, നരകത്തിന് രക്ഷപ്പെടണം. നമ്മളൊക്കെ ലക്ഷ്യം അത് തന്നെയാണ്, സ്വർഗം കിട്ടണം, നരകത്തിന്. ആ ഒരു കാര്യം എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരുന്നു വന്നു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഗുരുവാണ് അവിടെ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ലഖദ് സഅൽത അലീമിൻ. മുആദ് എന്നെ ചോദിച്ച കാര്യം ഭയങ്കര കാര്യമാണ് കേട്ടോ, ഭയങ്കര കാര്യം ചോദിച്ചത്. സ്വർഗം ലഭിക്കുകയും നരകത്തിന് രക്ഷപ്പെടുകയും ചെയ്യണമെന്ന് പറഞ്ഞ ആ കാര്യമാണ് ചോദിച്ചത്. എനിക്ക് ഞാൻ പറഞ്ഞുതരാം, ക്ഷമിക്കേ. വൈനൗലി യസീറും അലാമൻ യസ്റല്ലാഹു തആല അലൈഹി. അത് ആ കാര്യം വളരെ എളുപ്പമുള്ള കാര്യമാണ്. അത് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നവന് അത് വളരെ എളുപ്പമാണ്. പ്രയാസകരമാണെന്ന് തോന്നുന്നവന് പ്രയാസം തന്നെയാണ്. അദ്ദീൻ യുസുറുൻ, ദീൻ എളുപ്പമാണ്, ഒരു പ്രയാസവും ദീനില്ല, എല്ലാ കാര്യങ്ങൾക്കും വിട്ടുവീഴ്ചയുണ്ട്. അപ്പോൾ എനിക്ക് സ്വർഗം ലഭിക്കണം, നരകത്തിൽ നിന്ന് മോക്ഷം വേണം, രക്ഷപ്പെടണം, അതിന് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് മനസ്സുള്ളവർക്ക് ഈ കാര്യം എളുപ്പമാണ്. അല്ലാത്തവർക്ക് അത് എളുപ്പമല്ല, പ്രയാസകരമാണെന്ന് അർത്ഥം. ഇങ്ങോട്ട് പറഞ്ഞു, തഅബുദുല്ലാഹ ലാ തുശ്രികു ബിഹി ഷൈഅ. അള്ളാഹുവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിനോട് ഒരു ശിർക്കും ചെയ്യരുത്. അള്ളാഹുവിനെ ആരാധിക്കുക, ആ ആരാധനയിൽ അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യാൻ പാടില്ല, പ്രാർത്ഥനയിൽ പാടില്ല, സഹായം തേടുന്ന കാര്യത്തിൽ പാടില്ല. എല്ലാം അള്ളാഹു മാത്രം. ഒമല്ലം യുശ്രിക് ബില്ലാ, അള്ളാഹുവിൽ ആരും ശിർക്ക് ചെയ്യാതിരുന്നാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗം തീർച്ചയാണ്. ഒമൻ അശ്റക ബില്ലാ, അവൻ യുശ്രിക് ബില്ലാ, ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് ചെയ്താലോ ദഖലൻ നാർ, അവൻ്റെ പാർപ്പിടം നരകമാണ്. ഇന്ന ഷിർക്കല്ല ദുലുമുൻ അലീം, അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാവമാണ്, അക്രമമാണ് ഷിർക്ക്. അപ്പോൾ എന്ത് കാര്യങ്ങളും നന്നാവണമെങ്കിൽ, എല്ലാം നന്നായാൽ തന്നെ ഷിർക്ക് എന്ന് പറയുന്ന ആ മാരകമായ തെറ്റ്, പൊറുക്കപ്പെടാത്ത തെറ്റ് നമ്മളെ ആരാധനയിലും പ്രാർത്ഥനയിലും ഒന്നും വരാൻ പാടില്ല. പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് 5 നേരം നമസ്കാരത്തിൽ അള്ളാഹുവിനോട് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നു, ഇയ്യാക നഅ്ബുദു, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വയ്യാക നസ്തഈനു, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇത് നമ്മൾ 17 തവണ നിർബന്ധമായും പ്രതിജ്ഞ ചെയ്യാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കുകയോ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയോ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുകയോ ചെയ്താൽ അത് ശിർക്കായി. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. അദ്ദുആ മുഖുൽ ഇബാദ, ആരാധനയുടെ മജ്ജ പ്രാർത്ഥനയാണ്. അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ആരാധന. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നമസ്കാരങ്ങളും നോമ്പുകളും ഒക്കെ എല്ലാ ഇബാദത്തും അള്ളാഹുവിനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതേപോലെ പ്രാർത്ഥനകളും സഹായം തേടലും നേർച്ചകളും എന്തെല്ലാമുണ്ട്. ഇന്ന സ്വലാത്തി, എൻ്റെ നമസ്കാരം, വ നുസുക്കി, എൻ്റെ മറ്റുള്ള ആരാധനകൾ, അതൊക്കെ എന്താ ആരാധനയാണ്? പ്രാർത്ഥിക്കുക, സഹായം തേടുക, നേർച്ച ചെയ്യുക, സത്യം ചെയ്യുക, ഇതൊക്കെ ആരാധനയാണ്. ഇതൊക്കെ അള്ളാഹുവിനോട് മാത്രമേ പറ്റുകയുള്ളൂ. അള്ളാഹു അല്ലാത്തവരെ പിടിച്ച് സത്യം ചെയ്താൽ അത് ശിർക്കായിപ്പോയി. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച ചെയ്താൽ ശിർക്കായിപ്പോയി. അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ അത് ശിർക്കായിപ്പോയി. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അതും ശിർക്കായിപ്പോയി. അപ്പോൾ ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ തുക്കീമു സ്വലാത്ത, നിസ്കരിക്കണം കേട്ടോ, അതിനെ വിട്ടുവീഴ്ച ചെയ്യരുത്. ഖുർആനിൽ തുക്കീമു സ്വലാത്ത തൂത്തു സക്കാത്ത എന്ന് 182 സ്ഥലങ്ങളിലാണ് അള്ളാഹു പറയുന്നത് കേട്ടോ. പിന്നെ
നമസ്കാരത്തെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് വേറെയുണ്ട്. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശായി വൽ മുങ്കർ. നമസ്കാരം ചീത്തയിൽ നിന്ന് തൻഹാനിൽ ഫഹ്ശായി വൽ മുങ്കർ, ചീത്ത കാര്യങ്ങളൊക്കെ തൊട്ട് തടഞ്ഞു നിർത്തും. സൂറത്ത് അങ്കബൂത്തിലാറ് ആയത്ത്, അങ്ങനത്തെ ആയത്തുകൾ വേറെയുണ്ട്. അപ്പോൾ ഷിർക്ക് ചെയ്യാതിരിക്കുക, പിന്നെയോ നമസ്കരിക്കുക. ഷിർക്ക് ചെയ്തിട്ട് നിസ്കരിച്ചിട്ടൊരു കാര്യമല്ല, മനസ്സിലായില്ലേ? പിന്നെ വത്തൂത്തി സക്കാത്ത് കൊടുക്കുക. അത് കഴിവുള്ളവർക്ക് മാത്രമേ കൊടുക്കേണ്ടുള്ളൂ, കഴിവില്ലാത്തവർക്ക് കൊടുക്കേണ്ട ബാധ്യതയില്ല. അപ്പോൾ നിസ്കാരം തൗഹീദ് ഉറപ്പിക്കുക, നിസ്കാരം ഉറപ്പിക്കുക. പിന്നെ തസൂമ റമദാൻ, നോമ്പ് റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക. നോമ്പ് കഴിവില്ലാത്തവർക്കല്ല, വിട്ടുവീഴ്ചകളും ഒക്കെ ഉണ്ടല്ലോ. എല്ലാം കഴിവുള്ളവന് നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്, തസൂമ റമദാൻ. പിന്നെ തഹജ്ജുൽ ബൈത്ത്, ഹജ്ജ് ചെയ്യലും. പഞ്ചസ്തംഭങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഹജ്ജ് ചെയ്യലും കഴിവുള്ളവർക്ക് മാത്രമാണ്. അതൊക്കെ നമ്മൾ പണ്ട് പഠിച്ച മനിസ്തത്തായിലെ സബീല, തടിയാലും മുതലാലും വഴിയാലും നോക്കി എല്ലാം കൊണ്ടും കഴിവുള്ളവൻ, എല്ലാവരും കൊണ്ടും കഴിവുള്ളവൻ എപ്പോഴും തഅജ്ജൽ ഹജ്ജ്, ഹജ്ജിന് ധൃതി കൂട്ടി പോകണമെന്നാ, അത് പിന്നാക്കാൻ പാടില്ല എന്നാ. എല്ലാം കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാത്തവൻ ഫൽ യമൂത്ത് മീത്തത്തിൽ യഹൂദിയൻ ഔ നസ്രാനിയാണ്. കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാത്തവൻ യൂഥനോ നസ്രാനിയോ ആയി മരിക്കട്ടെ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. സന്ദർഭോചിതമായിട്ട് അതിൻ്റെ ഒരു പദായിൽ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ സുമ്മക്കാല അല അതുല്ലക്കാല അബുവാബിൽ ഖൈറി, ഇതൊക്കെ പറഞ്ഞു തന്നല്ലോ. ഇതിൻ്റെയൊക്കെ പുറമെ നന്മയുടെ താക്കോൽ അല്ലെങ്കിൽ നന്മയുടെ കവാടങ്ങൾ ഏതൊക്കെയാണെന്ന് മുആദേ നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? മുആദാവട്ടെ ബലായ റസൂലല്ല, ആയിക്കോട്ടെ റസൂലെ, ഞാൻ താങ്കൾ എന്ത് പറയുന്നുവോ അതൊക്കെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ പറഞ്ഞു, അസ്സൗമു ജുന്നത്തുൻ, നോമ്പ് എന്ന് പറഞ്ഞാൽ ജുന്നത്താണ്, ഒരു പരിചയമാണെന്ന്. പാവങ്ങളെ തടുക്കുന്ന ഒരു പരിചയ. വെട്ടാൻ വരുന്നവൻ അതിനെ തടുക്കുന്നൊരു പരിചയം ഉണ്ടായിരുന്നു പണ്ടൊക്കെ, പട്ടാളക്കാരിയത്തൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതാണ്. ഇന്നിപ്പോൾ അതില്ല, ഇന്നിപ്പോൾ ബോംബും കാര്യങ്ങളൊക്കെ അല്ലേ. അതുകൊണ്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ തടുക്കുക. അപ്പോൾ എന്തെല്ലാം പാവങ്ങളുണ്ടോ ആ പാവങ്ങളൊക്കെ തടുക്കുന്ന ഒരു പരിചയമാണ് നോമ്പ്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ റമദാൻ മാസത്തിൽ നോമ്പ് ഫർദ് നോമ്പൊന്ന് നോൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ മഅശറ ശബാബ്, യുവാക്കളെ, മനിസ്തതാമെങ്കിൽ ബഅത്ത്, നിങ്ങൾക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞു, ബഅത്ത് ശക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഫൽ യതസവ്വജ്, നിങ്ങൾ വിവാഹം കഴിക്കണം. അതിനിങ്ങനെ മടിച്ചു നിൽക്കരുത്. ഒമല്ലം മസ്തത്തെ, ഇനി അതിനിങ്ങനെ കഴിഞ്ഞില്ലെങ്കിലോ ഫാലേ ബിസോം, അവൻ നോമ്പ് നോൽക്കട്ടെ. ഫൈനഹുലഹു ജുന്നത്തുൻ, ആ നോമ്പ് അവനൊരു പരിചയമാണ്. എന്നുവെച്ചാൽ നോമ്പ് അനുഷ്ഠിച്ചാൽ വികാരമില്ലാതെയാവുന്ന, ഓന് ശാരീരികമായ കഴിവുണ്ട്, സാമ്പത്തികമായ കഴിവ്, അവന് ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവില്ലെങ്കിൽ അപ്പോൾ അവന് വേണ്ടാത്ത രൂപത്തിൽ വ്യഭിചാരത്തിലേക്കോ തെറ്റുകുറ്റങ്ങളോ ചെയ്യാൻ പാടില്ല. അപ്പോൾ നോമ്പ് അനുഷ്ഠിച്ചാൽ ആ നോമ്പ് തെറ്റുകളെ തൊട്ട് തടുക്കുന്ന ഒരു പരിചയമാണ്. അതാണ് സിയാമു ജുന്നത്തുൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. പിന്നെ പറഞ്ഞെന്താണ്, ഓ സദക്കത്തു തുത്ഫിഉൽ ഖത്തിഅത്ത, സദക്ക ദാനധർമ്മങ്ങൾ നിൻ്റെ പാവങ്ങളെ അങ്ങനെ മായ്ച്ചു കളയും. ഏതുപോലെ എന്നറിയാച്ച് കമാ യുത്ഫിഉൽ മാഉ നാറാണ്, തീയിനെ വെള്ളം മായ്ച്ചു കളയുന്നത് പോലെ. വെള്ളം ഒഴിച്ചാൽ തീ കെട്ടുപോകും. തീയിനെ വെള്ളം കെടുത്തുന്നത് പോലെ സദക്കകൾ ചെയ്താൽ നിൻ്റെ പാവങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. സദക്ക ചെയ്യാൻ കഴിവുള്ളവൻ കേട്ടോ. കഴിവില്ലാത്തവനാണെങ്കിൽ സിയാമു ജുന്നത്താണ്. അവൻ നോമ്പ് വെച്ചിട്ട് അവൻ്റെ പാവങ്ങളെ തൊട്ട് തടുക്കണം. പാവങ്ങൾ ഒരു പാവവും ചെയ്യാൻ പാടില്ല. ഇത്രയ്ക്ക് നമസ്കാരമൊക്കെ കാര്യമൊക്കെ ചെയ്തിട്ടും തെറ്റുകൾ ചെയ്താൽ അവൻ്റെ ഇത് നിഷ്ഫലമായി പോകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സദക്ക ചെയ്യുക, കഴിവുള്ളവരൊക്കെ സദക്ക ചെയ്തോളിയും, നിങ്ങളെ പാവങ്ങളൊക്കെ അല്ലാഹു തആല മായ്ച്ചു കളയും. എങ്ങനെയാണ് ഉദാഹരണം പറയുന്നത്, കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് വെള്ളം ഒഴിച്ചാൽ ആ തീ കെട്ടു, അതുപോലെ നമ്മളെ പാവങ്ങൾ അല്ലാഹു തആല മായ്ച്ചു കളയും കേട്ടോ. പിന്നെ സ്വലാത്തു റജുൽ ഫി ജൗഫിൽ ലൈൽ, തഹജ്ജുദ് നിസ്കരിക്കുക രാത്രി സമയത്ത് ഉറക്കം നീണി. തതജാഫ ജുനൂബുഹും അനിൽ മദാജി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെ കൂടെ പറയാം, തതജാഫ ജുനൂബുഹും അനിൽ മദാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വ തമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. കടക്ക നല്ല ഉറക്കം, രാത്രി 2 മണിക്ക് ഉണർന്നു. അള്ളാഹുവിൻ്റെ രക്ഷ, അള്ളാഹു തരുന്ന ഗുണങ്ങൾ, അതോടൊപ്പം തന്നെ ശിക്ഷ, ഇതിനെക്കൊണ്ട് ഭയപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുന്നിലുണ്ട്. ഇതിനൊക്കെ തന്നെ പരിഹാരം കാണാൻ വേണ്ടി അള്ളാഹുവിനോട് കടക്കയിൽ നിന്ന് പോയി ഒളു എടുത്ത് 2 റക്അത്ത് ഖിയാമുൽ ലൈൽ
തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ എന്തുണ്ട്, അതും നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗം ലഭിക്കുവാനും ഒരു കാരണമാവും. സദക്ക ചെയ്താൽ നിൻ്റെ അടുക്കൽ വന്ന തെറ്റുകുറ്റങ്ങൾ മായ്ച്ചു കളഞ്ഞ് അതും നിനക്ക് സ്വർഗത്തിൽ പോകാൻ കാരണമാകും. നമസ്കരിച്ചാൽ അതും സ്വർഗത്തിൽ പോകാൻ കാരണമാകും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകും. കഴിവുള്ളവൻ സക്കാത്ത് കൊടുത്താൽ അതും സ്വർഗത്തിൽ പോകാൻ കാരണമാകും, നരകത്തിൽ നിന്ന് അകറ്റി നിർത്താൻ രക്ഷപ്പെടാൻ അതും കാരണമാകും. ഹജ്ജ് ചെയ്യലും അതുപോലെ തന്നെ. പിന്നെ പറഞ്ഞു അല അഹ്ബറുക ബി റഈസിൽ അംറി, റഈസിൽ അംറ് കാര്യങ്ങളുടെ തല ഏതാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ. വ ഉമൂദിഹി വ ദർവത്തിഹി അതിൻ്റെ തൂണുകളും അതുപോലെ തന്നെ പൂഞ്ഞയും എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന്. അപ്പോൾ ആദ്യം ജബർ തന്നെ പറഞ്ഞു ബലായ റസൂല, അതും കൂടി പറഞ്ഞോളി. ഇതിൻ്റെയൊക്കെ മൊത്തം പറയാൻ കേട്ടോ. റഉസുൽ അംറി കാര്യങ്ങളുടെ തല അൽ ഇസ്ലാം, ഇസ്ലാമാണ്. ഏത് കാര്യത്തിൽ നമ്മൾ ഇടപെടുകയാണെങ്കിലും ആ റഉസുൽ അംറ എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്. ഏത് കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നു, സാമ്പത്തികം, സാംസ്കാരികം, സാമൂഹികം, ആരാധനകൾ, എന്തെല്ലാം ഇടപഴകുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ അവൻ കൈകാര്യം ചെയ്യുന്നുണ്ടോ അതിനൊക്കെ അവൻ ഫസ്റ്റ്